ഡി മണിയല്ല, അങ്ങേപ്പുറത്തെ ഡി മണി വന്നാൽ പോലും സത്യം പറയുമെന്ന കാര്യത്തിൽ സംശയമില്ല. അതിന്റെ തെളിവാണ് ദാ ഇത്. രണ്ട് കിട്ടിയപ്പോൾ ഡി മണിയായിട്ട് സത്യങ്ങൾ വിളിച്ചു പറയുകയാണ്. ചെന്നിത്തലയുടെ ശക്തമായ പോയിന്റുകൾ കൂടുതൽ സത്യസന്ധതയുള്ളതാണെന്നും അതിൽ കാര്യമുണ്ട് എന്നതിലും കുറച്ച് ഊന്നി പറയാൻ നമുക്ക് തെളിവുകൾ, സത്യങ്ങൾ ലഭിച്ചുകൊണ്ടേയിരിക്കുന്നു എന്ന വിവരങ്ങളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. SITയുടെ ചോദ്യം ചെയ്യലിൽ നിന്ന് ഡി മണി ആദ്യം പറഞ്ഞ, അയ്യോ സാറേ, ഞാൻ പാവപ്പെട്ട ഡി മണി അല്ല, ഞാൻ വ്യവസായിയായ ഡി മണിയാണ്, ഞാൻ പാവപ്പെട്ട ഒരു മണിയാണ് എന്നൊക്കെ പറഞ്ഞ് പല രീതിയിൽ പറഞ്ഞ് ഉരുണ്ട് മറിയാൻ ശ്രമിച്ചെങ്കിലും അതെല്ലാം തകർന്നടിഞ്ഞിരിക്കുകയാണ്. ശബരിമലയിലെ സ്വർണം ഉരുപ്പടികൾ വിദേശത്തേക്ക് കടത്തിയെന്ന സംശയം ബലപ്പെടുത്തി രമേശ് ചെന്നിത്തലയുടെ സുഹൃത്തായ പ്രവാസി വ്യവസായിയുടെ മൊഴികൾ വീണ്ടും ശക്തമാകുന്നു. നേരത്തെ വിഗ്രഹങ്ങളുടെ ഇടപാടുകളാണ് ഡി മണിയും പോറ്റിയും തമ്മിൽ നടന്നത് എന്ന വിധത്തിലായിരുന്നു വാർത്തകൾ വന്നിരുന്നത്. പ്രവാസി വ്യവസായിയുടെ മൊഴിയുടെ വിശദാംശങ്ങൾ പുറത്തു വരുമ്പോൾ സ്വർണം ഉരുപ്പടികളുടെ ഇടപാടാണ് നടന്നത് എന്നാണ് വ്യക്തമാകുന്ന കാര്യം. താൻ കൃത്യമായി തന്നെ ഈ സ്വർണ്ണ ഉരുപ്പടിയിൽ നീക്കങ്ങൾ നടത്തിയിട്ടുണ്ട് എന്ന് പറയുന്ന രീതിയിൽ ഡി മണി സത്യങ്ങൾ തുറന്നു പറയുകയാണ്. ശബരിമലയിലെ സ്വർണ്ണ ഉരുപ്പടികൾ വിറ്റുവെന്നാണ് വിദേശ വ്യവസായിയുടെ മൊഴി. തമിഴ്നാട് സ്വദേശിയായ ഡി മണിയും ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി സ്വർണം ഉരുപ്പടികളുടെ ഇടപാട് നടന്നു. ഇത് തിരുവനന്തപുരത്ത് വെച്ചായിരുന്നുവെന്നും വിദേശ വ്യവസായിയുടെ മൊഴിയിൽ പറയുന്നുണ്ട്. വ്യവസായി നൽകിയ നമ്പർ കേന്ദ്രീകരിച്ച് SIT നടത്തിയ അന്വേഷണത്തിലാണ് പോലീസ് ദിണ്ടുക്കലിൽ എത്തുന്നത്. സ്വർണ്ണ ഉരുപ്പടികൾ പോറ്റി ഇടപാടുകാരനായ ഡി മണിക്ക് കൈമാറിയെന്നും ഈ ഇടപാടിനായി ആദ്യം തന്നെയാണ് സമീപിച്ചതെന്നും വ്യവസായി മൊഴി നൽകിയതുമായാണ് മാധ്യമ റിപ്പോർട്ട്. തുടർന്നാണ് ദിണ്ടുക്കലിലെ ഡി മണി എന്ന സുബ്രമണിയിലേക്ക് SIT എത്തിയത്. എന്നാൽ പോലീസ് അന്വേഷിക്കുന്ന ഡി മണി താനല്ലെന്നാണ് SITയോട് പറഞ്ഞത് എങ്കിലും ഇപ്പോൾ സത്യങ്ങൾ പുലമ്പുകയാണ് ഡി മണി. SIT ഇക്കാര്യം വിശ്വാസത്തിൽ എടുത്തിട്ടില്ല എന്നതും വിവരം. മണിയോട് ചൊവ്വാഴ്ച ചോദ്യം ചെയ്യലിനായി തിരുവനന്തപുരത്ത് ഹാജരാകാൻ നിർദ്ദേശിച്ചിട്ടുണ്ട്. നാളെ മണി എത്തുമെന്നാണ് മനസ്സിലാകുന്നത്. മണിയുടെ ഫോണിലെ സിമ്മിന്റെ യഥാർത്ഥ ഉടമയെന്ന് പറയപ്പെടുന്ന മണിയുടെ സുഹൃത്തായ ബാലമുരുകനോടും ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ SIT ആവശ്യപ്പെട്ടിട്ടുണ്ട്. തുടർന്നുള്ള അന്വേഷണത്തിൽ ഈ ചോദ്യം ചെയ്യലുകൾ നിർണായകമാകുമെന്നാണ് സൂചന. അതോടൊപ്പം കേസിൽ അറസ്റ്റിലായ ചെന്നൈയിലെ സ്മാർട്ട് ക്രിയേഷൻസ് ഉടമ പങ്കജ് ഭണ്ഡാരി, ബെല്ലാരിയിലെ ജ്വല്ലറി ഉടമ ഗോവർദ്ധൻ എന്നിവരെ കസ്റ്റഡിയിൽ വാങ്ങാൻ SIT തീരുമാനിച്ചിട്ടുണ്ട്. അതിനുള്ള കസ്റ്റഡി അപേക്ഷ SIT ഇന്നു തന്നെ കോടതിയിൽ സമർപ്പിച്ചേക്കും. അതിനിടെ ശബരിമല സ്വർണ്ണക്കൊള്ള കേസിലെ ഒന്നാം പ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് അന്താരാഷ്ട്ര വിഗ്രഹക്കടത്ത് സംഘവുമായി അടുത്ത ബന്ധമുണ്ടെന്ന് തെളിയിക്കുന്ന കൂടുതൽ വിവരങ്ങൾ പ്രത്യേക അന്വേഷണ സംഘത്തിന് കിട്ടിയെന്ന വിധത്തിലും റിപ്പോർട്ടുകൾ പറയുന്നു. വിവാദ വിഗ്രഹക്കടത്തുകാരൻ ദിണ്ടുക്കൽ സ്വദേശി M സുബ്രഹ്മണ്യം എന്ന ഡി മണിയുടെ അനുയായി ശ്രീകൃഷ്ണനെ പോറ്റി നിരവധി തവണ ഫോണിൽ വിളിച്ചതിന്റെ രേഖകൾ പ്രത്യേക അന്വേഷണ സംഘത്തിന് ലഭിച്ചു. പോറ്റിയുടെ ഫോൺ രേഖകൾ പരിശോധിച്ചപ്പോഴാണ് വിവരങ്ങൾ പുറത്തുവന്നത്. കേസുമായി ബന്ധപ്പെട്ട ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ ഡി മണിക്ക് അന്വേഷണ സംഘം നോട്ടീസ് നൽകിയിട്ടുണ്ട്. എന്നാൽ തമിഴ്നാട്ടിലെ ഉന്നത രാഷ്ട്രീയ സ്വാധീനം ഉപയോഗിച്ച് ഇയാൾ അന്വേഷണത്തിൽ നിന്ന് ഒഴിഞ്ഞുമാറാൻ സാധ്യതയുണ്ടെന്നാണ് സൂചന. കഴിഞ്ഞ ദിവസം ദിണ്ടുക്കലിൽ മണിയെ ചോദ്യം ചെയ്യാനെത്തിയ കേരള പോലീസിനെ സഹായിച്ചിരുന്ന തമിഴ്നാട് പോലീസ് സംഘം പെട്ടെന്ന് പിന്മാറിയത് വലിയ ദുരൂഹതയ്ക്ക് ഇടയാക്കിയിട്ടുണ്ട്. ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസിലെ പ്രധാന കണ്ണി എന്ന് സംശയിക്കുന്ന ഡി മണിയുടെ ദുരൂഹമായ വളർച്ചയെയും അന്വേഷണ സംഘത്തിന്റെ കണ്ടെത്തലുകളും ഞെട്ടലിലാണ്. ദിണ്ടുക്കൽ സ്വദേശി ഡി മണിയുടെ സാമ്പത്തിക വളർച്ചയെക്കുറിച്ച് നിർണായക വിവരങ്ങൾ പുറത്ത്. വെറും 7 വർഷം കൊണ്ടാണ് ഒരു സാധാരണ ഓട്ടോ ഡ്രൈവറായിരുന്ന മണി ശതകോടികളുടെ ആസ്തിയുള്ള ഡയമണ്ട് മണിയായി മാറിയത്. റിയൽ എസ്റ്റേറ്റ് ബിസിനസ് മറയാക്കിയാണ് ഇയാൾ അധോലോക ഇടപാടുകൾ നടത്തിയിരിക്കുന്നത് എന്ന് പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ വിലയിരുത്തൽ വരുന്നുണ്ട്. സ്വന്തം പേരിൽ ഒരു സിം കാർഡ് പോലും എടുക്കാതെയാണ് മണി ആശയവിനിമയം നടത്തിയിരിക്കുന്നത്. ദിണ്ടുക്കലിലെ തയ്യൽക്കട ഉടമയായ ബാലമുരുകൻ എന്നയാളുടെ പേരിലുള്ള സിം കാർഡാണ് ഇയാൾ ഉപയോഗിക്കുന്നത്. ഇയാളെ റിയൽ എസ്റ്റേറ്റ് ബിസിനസ്സിലും മണി ഇടനിലക്കാരനാക്കിയിരുന്നു എന്നാണ് വ്യക്തമാകുന്നത്. 2020 ഒക്ടോബർ 26 മണി എവിടെയായിരുന്നു എന്നതിൽ വ്യക്തത വരുത്താൻ മൊബൈൽ ടവർ ലൊക്കേഷനുകൾ പോലീസ് പരിശോധിക്കുന്നുണ്ട്. പത്തനംതിട്ട സ്വദേശിയായ പ്രവാസി വ്യവസായി നൽകിയ രഹസ്യമൊഴിയുടെ അടിസ്ഥാനത്തിലാണ് ഈ നീക്കം. അന്വേഷണം മുറുകുന്നതിനിടയിൽ മാധ്യമങ്ങളെ കണ്ട മണി താൻ നിരപരാധിയാണെന്നായിരുന്നു അവകാശപ്പെട്ടത്. വിലപിടിപ്പുള്ള കാറുകൾ വീട്ടിലിരിക്കെ സാധാരണക്കാരനാണെന്ന് വരുത്തി തീർക്കാൻ പഴയൊരു സ്കൂട്ടറിലാണ് ഇയാൾ മാധ്യമങ്ങൾക്ക് മുന്നിൽ എത്തിയത്. എന്ത് സിനിമാ സ്റ്റൈലല്ലേ! ജീവിതം ആത്മഹത്യയുടെ വക്കിലാണെന്നും സ്വർണ്ണക്കടത്തുമായി തനിക്ക് ബന്ധമില്ലെന്നുമാണ് മണിയുടെ വിവാദം. ഇതല്ല, ഇതിനപ്പുറം കണ്ടവരുമാണ് മലയാള മാധ്യമ
പ്രവർത്തകരെന്നും അല്ലെങ്കിൽ മലയാളികൾ എന്ന പാവം മണി മനസ്സിലാക്കാൻ കുറച്ചു വൈകി. എന്നാൽ ശബരിമലയിൽ ദർശനത്തിന് എത്തിയിട്ടുണ്ട് എന്ന് ഇയാൾ സമ്മതിച്ചിട്ടുണ്ടായിരുന്നു. ആ പരിചയമാണോ പോറ്റിയുമായിട്ടുള്ളത് എന്നാണ് SIT പരിശോധിക്കുന്നത്. മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് A. പത്മകുമാറിന്റെ മൊഴിയിൽ വന്ന പ്രമുഖരെ ചോദ്യം ചെയ്യാൻ ഇതുവരെയും SITക്ക് കഴിഞ്ഞിട്ടില്ല. കേസിൽ 8ാം പ്രതിസ്ഥാനത്തുള്ള 2 ദേവസ്വം ബോർഡ് അംഗങ്ങളെ ചോദ്യം ചെയ്യാനും SITക്ക് സാധിച്ചിട്ടില്ല. വിദേശ രാജ്യങ്ങളിൽ അന്വേഷണം നടക്കണമെങ്കിൽ CBI സഹായം കൂടിയേ തീരൂ. അന്താരാഷ്ട്ര ഇടപാടുകൾ, സ്വർണ്ണക്കൊള്ളയുടെ വ്യാപ്തി വർദ്ധിപ്പിക്കുന്ന സാഹചര്യത്തിൽ പ്രതിബദ്ധതകൾ മറികടക്കാൻ നിയമപരമായ അധികാരമുള്ള കേന്ദ്ര ഏജൻസിയായ CBIക്ക് കേസ് കൈമാറണമെന്ന ആവശ്യവും ശക്തമാണ്. ശബരിമലയിലെ സ്വർണ്ണ ഉരുപ്പടികൾ വിദേശത്തേക്ക് കടത്തിയെന്ന സംശയം ബലപ്പെടുത്തി രമേശ് ചെന്നിത്തലയുടെ സുഹൃത്തായ പ്രവാസി വ്യവസായിയുടെ മൊഴികൾ നേരത്തെയും പുറത്തു വന്നിരുന്നു. വിഗ്രഹങ്ങളുടെ ഇടപാടുകളാണ് ഡി മണിയും പോറ്റിയും തമ്മിൽ നടന്നത് എന്ന വിധത്തിലായിരുന്നു വാർത്തകൾ വന്നതെങ്കിലും ഇത് കൂടുതൽ ശക്തിപ്പെടുത്തുന്നതാണ് എന്ന് വ്യക്തമാവുകയാണ്.